ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് എസ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മോംസ് ആണ്. മോംസ് എന്ന് പറയുമ്പോൾ ന്യൂ മോംസ്, അതായത് ഇപ്പോൾ പുതുതായിട്ട് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന മോംസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ എങ്ങനെ വെയിറ്റ് ഇത്രയും ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. യെസ്, അപ്പോൾ ഞാൻ കരുതി ഇതിന് വേണ്ടിയിട്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പോൾ കുറേ അമ്മമാർക്കുള്ള സംശയമാണ്, ഡെലിവറിക്ക് ശേഷം നമ്മൾ തടി അധികം വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഒരു കോൺഷ്യസ് ആണ് എല്ലാവരും. മീൻസ് നമ്മുടെ പണ്ടത്തെ ആ ബോഡി മീൻസ് ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്നൊന്ന് തടി വയ്ക്കുമ്പോഴത്തേക്കും ചിലർ വല്ലാണ്ട് അങ്ങ് തടി വെച്ച് പോകാറുണ്ട്. ചിലരൊക്കെ നല്ല ഗ്ലോ ഒക്കെ ആയിട്ട് നല്ല ഒരു മെയിൻറ്റെയിൻ ലെവലിൽ അങ്ങ് തടി പോകാറുണ്ട്. ബട്ട് ചിലർക്ക് എക്സ്ട്രീം ലെവലിലോട്ട് അത് പോകാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ദിസ് വീഡിയോ ഈസ് ഫോർ ന്യൂ മോംസ്. ഇപ്പോൾ കുറേ പേർക്ക് അറിയേണ്ടത് എങ്ങനെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തതാണ് ആസ് എ മോം ആൻഡ് ആസ് എ ഡോക്ടർ. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈഫിലൊരു ബ്യൂട്ടിഫുൾ യാത്രയാണ്. ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്യൂട്ടിഫുൾ ഒരു യാത്രയാണ്. അതൊരു വണ്ടർഫുൾ ജേണിയാണ്. എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ്. നമ്മൾക്കിപ്പോൾ നമ്മൾ വല്ലാണ്ട് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് ആ സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ഒരു നമ്മൾ ആകെ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്, മദർഹുഡ് എന്ന് പറയുന്നത്. അതുപോലെ മൂഡ് സ്വിങ്സും നമ്മുടെ ബോഡിയെ കണ്ട് നമ്മൾക്ക് തന്നെ തോന്നും, അയ്യോ നമ്മൾ വല്ലാണ്ട് മാറിപ്പോയോ, നമ്മുടെ പിമ്പിൾസ്, നമ്മളുടെ ബ്രേക്കൗട്ട്സ്, ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾക്ക് തോന്നും എൻ്റെ ബോഡി വല്ലാണ്ട് ചേഞ്ച് ആവുകയാണോ, എൻ്റെ ആ ഒരു ഹെൽത്തി എന്താ പറയുക ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് ഞാൻ തിരിച്ചു വരുമോ, അതോ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, ഇനി ഞാൻ വല്ലാണ്ട് തടി വെച്ച് വല്ലാണ്ട് വൾഗറായി പോകും. ഇങ്ങനെയൊക്കെ പല ചിന്താഗതി ഉണ്ടാവും. പ്രഗ്നൻ്റ് ആയ ലേഡീസിനാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ ലേഡീസിനാണെങ്കിലും ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഒബ്വിയസ്ലി പ്രഗ്നൻസി ഒരു ഹോർമോണൽ ചേഞ്ച് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മെയിൻലി അത് ഏറ്റവും കൂടുതൽ ഡിപ്രസീവ് മൊമെൻറ്റിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനും അമ്മമാർക്ക് തന്നെയാണ് കൂടുതൽ. കാരണം നമ്മളൊരു സിറ്റുവേഷനിലോട്ട് മാറുവാണ്. നമ്മുടെ ലൈഫിലോട്ട് ഒരു കുഞ്ഞു വ്യക്തി കൂടെ വന്നു ചേരുന്ന ഒരു സിറ്റുവേഷനാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻസ്, അതൊക്കെ റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ചേഞ്ചസ്, ഇതൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ ചിലർ അത്രയും നമ്മുടെ ബോഡി ചേഞ്ച് ആവാറില്ല, ചിലർ വല്ലാണ്ടൊന്നും തടിക്കാറില്ല, ചില വുമൺസ് വല്ലാണ്ട് തടി വയ്ക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയിൽ എൻ്റെ ഒരു പിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പിക്കിന് ഞാൻ നല്ലൊരു തടി ഉണ്ടായിരുന്നു. പ്രഗ്നൻസി സമയത്ത് എനിക്ക് നല്ലൊരു തടി ഉണ്ടായിരുന്നു, നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, എങ്ങനെ അയ്യോ ഇനി മെലിയല്ലേ, അന്നത്തെ തടിയായിരുന്നു, അന്നത്തെ ഗ്ലോ ആയിരുന്നു നല്ലത്. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ സമയത്ത് പ്രഗ്നൻസി എന്ന് പറയുന്നത് ആ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കാരണം നമ്മൾക്കുണ്ടാകുന്ന ഗ്ലോയും അതുപോലെ നമ്മളുടെ തടി ആ സമയത്തുള്ളതാണ്. നമ്മൾ കുട്ടിയെ ക്യാരി ചെയ്ത് നമ്മുടെ ബോഡി അങ്ങനെ ആയിത്തീരുന്നതാണ്. പ്രഗ്നൻസി സമയത്ത് നമ്മൾ വല്ലാണ്ട് ഫുഡൊക്കെ വാരിക്കഴിച്ച് തടി വെച്ചൊരു തടിയല്ല അത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് കാരണം വരുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ഇപ്പം വല്ലാണ്ട് മെലിയുമ്പോൾ ഒരു ചോദ്യം വരും, വല്ലാണ്ട് മെലിഞ്ഞു പോയി, ഇനി ഡയറ്റൊന്നും എടുക്കല്ലേ, ഇനി ഇതിലും താഴെ മെലിഞ്ഞു പോവല്ലേ, വല്ലാണ്ട് കാണാൻ വളരെ മോശമായി പോകുന്നു, അന്നത്തേതായിരുന്നു നല്ലത്. തടി വെച്ചാൽ പറയും വല്ലാണ്ട് തടി വെച്ചു, കുറച്ചൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്തൂടെ, എക്സസൈസൊക്കെ ചെയ്യുന്നില്ലേ, ഇങ്ങനൊരു ചോദ്യമായിരിക്കും വരുന്നത്. ഈ ഒരു ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഇപ്പോൾ നമ്മളെന്താ പറയുക, മെയിൻലി ഈ ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് മറ്റൊരു വുമണിൽ നിന്ന് തന്നെയാണെന്നാണ് വേറൊരു സത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലൊക്കെ കാണാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ലെവലിലുള്ള ഒരു വുമൺസ് തന്നെയാണ്. ഇപ്പോൾ നൈബേഴ്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, അവിടെ നിന്നുള്ള വുമൺസിൻ്റെ നിന്നാണ് നമ്മൾ ഈ സിറ്റുവേഷൻസും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിടുന്നത്. അത് നമ്മുടെ മൈൻഡിലോട്ട് വല്ലാതൊരു എന്താ പറയുക ഒരു സ്ട്രെസ് ഉണ്ടാക്കും. ഡെലിവറി കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു 9 മന്ത്സോളം എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ബോഡിയിലുണ്ടായ ചേഞ്ചസും ആണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും അത് സെയിം ആവണമെന്നില്ല. പിന്നെ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടെയാണ് ഇവിടെ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാനൊരു 58-59 ആ കിലോ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 58-59 കിലോഗ്രാമാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രഗ്നൻസി എൻ്റെ 9 മന്ത്സ് ജേണിയിൽ നമ്മളിപ്പോൾ വെയിറ്റ് എല്ലാ പ്രാവശ്യവും നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വെയിറ്റ് എടുക്കാറുണ്ട്, വെയിറ്റ് അവർ നോക്കാറുണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ എന്ന്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡി പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും അവരുടെ 9 മന്ത്സ് ജേണിയിൽ ഏകദേശം 11-12 കിലോഗ്രാം വെച്ചിരിക്കണം. കാരണം നമ്മൾ കുട്ടിയെ കൂടെ ബെയർ ചെയ്യുന്ന വെയിറ്റാണത്. അത് നമ്മുടെ വെയിറ്റ് അല്ല, നമ്മൾ ആ കുഞ്ഞിനെ കൂടെ ബെയർ ചെയ്യുമ്പോഴുള്ള വെയിറ്റ് ഗെയിൻ ആണ്.
എൻ്റെ ലാസ്റ്റ് ഗൈനക് വിസിറ്റ് സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന കിലോ 70 കിലോ ആണ്. അപ്പം ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്തത് ഏകദേശം 11 to 12 കിലോഗ്രാം ആണ്. അപ്പം അതാണ് നമ്മൾ പറയുന്നത്, അത് നമ്മുടെ കുഞ്ഞിനും കൂടിയുള്ള ബെയർ ചെയ്യുന്ന വെയിറ്റാണ്. ഇനി ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെയിറ്റ് നമ്മൾക്ക് പോകും, കാരണം സ്വാഭാവികമായിട്ട് കുറയും. പിന്നെ നമ്മൾക്കുള്ളത് നമ്മുടെ ആ ഒരു ടമ്മി ഫാറ്റ്, നമ്മുടെ ടമ്മി ഫാറ്റാണ് മെയിൻ. ആ ഒരു പ്രഗ്നൻസി ബെല്ലി ഉണ്ടല്ലോ, അതാണ് മെയിൻ നമ്മൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സാധനം. ഡെലിവറിക്ക് ശേഷം ഈ വയർ ഇങ്ങനെ തന്നെ ഉണ്ടാവും, നമ്മുടെ ആ ഒരു വയറെന്താ കുറയത്തില്ലേ, അതിന് വേണ്ടി നമ്മളിപ്പോൾ റാപ്പ് ചെയ്യണോ, ഇപ്പോൾ വയറ് കുറയ്ക്കാനായിട്ട് ക്ലോത്തൊക്കെ വെച്ച് കെട്ടുന്നവരുണ്ട്, അതൊക്കെ റാപ്പ് ചെയ്യുന്നത് നല്ലതാണോ, ഇതൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇപ്പോൾ ഏതൊരു ലേഡി ആണെങ്കിലും ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം 9 months കഴിയുമ്പോൾ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ടമ്മി ഫാറ്റ് കുറയും. ഇത് നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വെയിറ്റ് ലോസിന് സഹായിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ കുഞ്ഞിന് മാത്രമല്ല നമ്മൾക്കും ഈ പ്രഗ്നൻസി സമയത്ത് ഗെയിൻ ചെയ്ത വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നല്ല എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അപ് ടു 6 months, കുഞ്ഞിന് 6 മാസം വരെ വേറൊരു ഫുഡും കൊടുക്കാൻ പാടില്ല. ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുന്നത് നല്ലതാണ്. അത് നമ്മുടെ വെയിറ്റ് ലോസിനും ഒക്കെ നല്ല കാര്യമാണ്. കുഞ്ഞിൻ്റെ ഗ്രോത്തിനും നമ്മുടെ വെയിറ്റ് ലോസിനും കുഞ്ഞുമായിട്ടുള്ളൊരു ബോണ്ടിങ്ങിനും ഒക്കെ നല്ലതാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. 6 monthsന് ശേഷം ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ചിന്തയൊക്കെ ഉണ്ടാകും, കുഞ്ഞിന് പാല് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ആ സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുമായിരുന്നു. വാമിക്ക് 1 വയസ്സായപ്പോഴത്തേക്കും ഞാൻ ഇൻറ്റേൺഷിപ്പിന് കയറി. അപ്പോൾ എനിക്ക് ആ ഒരു ഇൻറ്റേൺഷിപ്പ് പീരീഡും നമ്മുടെ ആ ഒരു മദർഹുഡും തമ്മിലുള്ള ആ ഒരു ഹെക്റ്റിക്, ആ ഡ്യൂട്ടി കുറച്ച് ഹെക്റ്റിക്കാണ് നമ്മളുടെ ഇൻറ്റേൺഷിപ്പ്, ഹൗസ് സർജൻസി എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ്, നല്ല ഉറക്കമില്ലായ്മ, ആ ഒരു പീരീഡ് അങ്ങനെ കാരണമാണ് കുറച്ച് വെയിറ്റ് ലോസ് എനിക്കുണ്ടായത്. ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണ്, എനിക്കൊരു 15 minutes ജേർണിയേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ വാമിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾക്ക് വേറെ കുറച്ച് ദൂരെ വർക്ക് ചെയ്യുന്ന വുമൺസിനാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ചെയ്യേണ്ട വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾക്കിപ്പോൾ ബ്രസ്റ്റ് പമ്പ് ചെയ്ത് വെക്കാം, കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് നമ്മൾക്ക് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. മാനുവൽ ബ്രസ്റ്റ് പമ്പ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്, ഇതൊക്കെ അവൈലബിൾ ആണ്. ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾക്കിപ്പോൾ റെഫ്രിജറേറ്ററിൽ അത് സ്റ്റോർ ചെയ്യാം. അപ് ടു ഒരു 1 day റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യേണ്ട ബാഗൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ വേണം ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ. അത് ഫ്രീസറിൽ നമ്മൾക്കൊരു 3 months വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾക്ക് റൂം ടെമ്പറേച്ചറിൽ അബൌട്ട് ഒരു 4 hours വരെ ഈ ഒരു നമ്മുടെ മിൽക്ക് കേടാവാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് എപ്പോഴും കുഞ്ഞിന് കൊടുക്കുമ്പോൾ അത് സേഫ് ആണോ, ഒന്നും പറ്റിയിട്ടില്ല എന്ന രീതിക്ക് നമ്മൾ നോക്കിയിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാൻ. ഇൻറ്റേൺഷിപ്പ് ഡേയ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് കൂടെ ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ലവ് ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് വിത്ത് LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയോട് കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിൽ വരുന്നത് ഒരു ബ്രസ്റ്റ് പമ്പ് വിത്ത് ഇലക്ട്രിക് യൂണിറ്റ് ആണ്. ഇതാണ് അത്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു സിലിക്കൺ ട്യൂബാണ്. അപ്പോൾ ഈ ട്യൂബ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കൊക്കെ പമ്പ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാഡിൽ ഒരു കണക്ഷൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിലിക്കൺ ട്യൂബ് വരുന്നത്. പിന്നെ ഒരു ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് വരുന്നുണ്ട്. അതായത് നമ്മളിത് യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾക്ക് ഈ ഒരു മസാജ് ക്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്യാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു എക്സ്ട്രാ ഡയഫ്രം കൂടെ വരുന്നുണ്ട്. ഒരു ഡക്ക് ബിൽ വാൽവും ഉണ്ട്. ഇതാണ് എക്സ്ട്രാ ഡയഫ്രം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ ഡയഫ്രം എന്ന് പറയുന്നത്. അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഡക്ക് ബിൽ വാൽവ്. ഈ ഒരു വാൽവ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരെണ്ണം കൂടെ അവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ഒരു അഡാപ്റ്ററാണ്. കേബിൾ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത മിൽക്ക് ഇതിൽ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ നിന്നാണ് സ്റ്റോർ ചെയ്തെടുക്കുന്നത്. മസാജ് കുഷൻ യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫീഡിങ് ബോട്ടിലിനകത്ത് മിൽക്ക് സ്റ്റോർ ആകുമ്പോൾ നമ്മൾക്കിത് ഈ ബോട്ടിൽ തന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ നിപ്പിളും അതിനനുസരിച്ചുള്ളൊരു ക്യാപ്പും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീഡിങ് ബോട്ടിലായിട്ടും യൂസ് ചെയ്യാം.
പിന്നെ ഈസി ക്യാരിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രാവൽ പൗച്ച് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LCD ടച്ച് ഡിസ്പ്ലേയോട് കൂടി വരുന്ന ലവ് ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിന് 2 മോഡ്സ് ആണുള്ളത്. അതിൽ ഒരെണ്ണം സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും ഒരെണ്ണം എക്സ്പ്രഷന് വേണ്ടിയിട്ടുമാണ്. 9 ലെവൽസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലസ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ മോഡ്സ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സിമ്പിൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് എക്സ്പ്രഷൻ ഓഫ് മിൽക്കാണ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ മസാജ് കുഷൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു കംഫർട്ടബിൾ സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊരു സെക്ഷൻ പോലെ ഒരു സിസ്റ്റമാണ് കേട്ടോ. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലാപ്പ് മോഡ് കണ്ടോ, ഈ ഒരു മോഡിലാണ് നമ്മൾക്ക് ആ ഒരു സെക്ഷൻ ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് എക്സസൈസ്, പ്രോപ്പർ എക്സസൈസ്. നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ നമുക്കിനി നല്ല ഹാർഡ് എക്സസൈസ്, ഹാർഡ് കോർ എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ ലേഡീസിനും സെപ്പറേറ്റ് ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ഡെലിവറി നമ്മൾ 45 ഡേയ്സ് കഴിയുമ്പോൾ അവരെ വിസിറ്റ് ചെയ്യണം. ആ വിസിറ്റ് ചെയ്യുന്ന പീരീഡിൽ നമ്മൾക്ക് അവരോട് ചോദിക്കാം, മാം ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബോഡി ഒരു എക്സസൈസിന് റെഡിയാണോ എന്നൊക്കെ. അപ്പോൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, എങ്ങനത്തെ എക്സസൈസ് ചെയ്യാം, എങ്ങനെയുള്ളതൊക്കെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അവരുടെ അഡ്വൈസ് സ്വീകരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. നോർമൽ ഡെലിവറിക്ക് ശേഷം സത്യം പറയുന്ന പ്രസവ ശുശ്രൂഷകൾ ചെയ്യണമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ഞാൻ കാണിച്ച ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് നമ്മളോട് എണീറ്റ് നടക്കാനൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മൾ അങ്ങനെ റെസ്റ്റ് വേണം, പക്ഷേ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് വേണം. അല്ലാതെ നമ്മൾ നടക്കാതെ ഫുൾ ടൈം കിടക്കുക അങ്ങനത്തെ ഒരു ഇതിലോട്ട് എത്തരുത്. നമ്മൾ കൂടെ നടക്കുക, ചെറുതായിട്ട് നടക്കുക. അത് C-സെക്ഷൻ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ നടക്കുക എല്ലാം ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഒരു 2 മന്ത്സ് കുഞ്ഞിന് 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കാലൊക്കെ പൊക്കിയിട്ട് ഒരു സൈക്ലിംഗ്, ആ ഒരു എക്സസൈസ് ഒക്കെ ചെയ്താൽ നമ്മുടെ ടമ്മി ഫാറ്റ് കുറയും. അത് പക്ഷേ നമ്മളുടെ ബോഡി അതിന് പ്രിപ്പയർഡ് ആണോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ വേറൊരു അഡ്വൈസ് ഓക്കെ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസ് കണ്ടോ അവർ ചെയ്യുന്ന പോലുള്ള എക്സസൈസ് നമ്മൾക്കത് നമ്മുടെ ബോഡി അതിന് പ്രിപ്പയർ ആവണമെന്നില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. സോ നമ്മളെപ്പോൾ എക്സസൈസ് സ്വീകരിക്കുന്നു നമ്മുടെ ബോഡി അതിന് വേണ്ടി പ്രിപ്പയർഡ് ആണോ, നമ്മുടെ ഗൈനക് അഡ്വൈസ് ഇതൊക്കെ സ്വീകരിച്ചിട്ട് വേണം എക്സസൈസ് തുടങ്ങാനായിട്ട്. ദ തേർഡ് വൺ ഈസ് ഫുഡ്. ഫുഡ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ നമ്മൾക്കിനി വാരി വലിച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. ഫുഡിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ചോദ്യങ്ങൾ വരും. നമ്മൾ നോൺ വെജ് കട്ട് ചെയ്യണോ, നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് മാറ്റേണ്ടത്, എന്തൊക്കെ ഫുഡ് സ്വീകരിക്കണം, ഡയറ്റിന് വേണ്ടി പ്രത്യേക കാര്യങ്ങളുണ്ട്, നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഡയറ്റിങ് ചെയ്യണോ, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യേണ്ട ഒരു പീരീഡാണ്. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചിക്കൻ അവോയ്ഡ് ചെയ്യാതെ അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുക. ഞാനൊരു 20 ഡേയ്സ് നോ ഷുഗർ നോ ഓയിൽ ഫുഡ് അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷുഗർ കൺട്രോൾ ചെയ്തു. ഷുഗർ ഞാൻ എടുത്തിട്ടേ ഇല്ല 20 ഡേയ്സ്. അതുപോലെ തന്നെ ഓയിലി ഫുഡ്, അതായത് വറുത്ത കാര്യങ്ങളോ അതങ്ങനെയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് ഉണ്ടാവും. ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് തുടങ്ങാം. അല്ല, ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് സോക്ഡ് ആമണ്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഒരു 5 to 6 ആമണ്ട്സ് സോക്ക് ചെയ്ത് കഴിക്കാൻ രാവിലെ. അതിനുശേഷം നമ്മൾ കഴിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നമ്മൾ കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4 ദോശ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്കത് 2 ദോശയായിട്ട് കുറയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മൾക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും. ആദ്യമായിട്ട് ഇത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വിശപ്പൊക്കെ ഉണ്ടാക്കും. അതിനാണ് ബ്രഞ്ച് ടൈം എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും ലഞ്ചിന് മുന്നേ ഒരു ടൈമുണ്ട്, അതാണ് ബ്രഞ്ച് ടൈം. അതായത് നമ്മളിപ്പോൾ 8 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ നമ്മൾക്കൊരു 10:30 11:30 ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു വിശപ്പിൻ്റെ ഇത് കൺട്രോൾഡ് ആവും. പിന്നെ നെക്സ്റ്റ് ലഞ്ച് ടൈം എന്ന് പറയുമ്പോൾ ലഞ്ച് നമ്മളെപ്പോഴും നമ്മുടെ പ്ലേറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക നന്നായിട്ട്. അതായത് പ്ലേറ്റ് ഹാൻഡ്ലിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേറ്റ് നമ്മൾ എടുക്കുക, അതിനെ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് റൈസ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. ഇവിടെ കേരളീസിന് ഏറ്റവും കൂടുതൽ റൈസ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ 1/4 പോർഷൻ റൈസ് എടുക്കുക. റൈസ് എടുത്തിട്ട് ബാക്കി പോർഷൻ നമുക്ക് സാലഡ്സ് എടുക്കാം. ഇപ്പോൾ നമുക്ക് ക്യുക്കുംബർ എടുക്കാം, ക്യാരറ്റ് എടുക്കാം, ഗ്രീൻ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ എടുക്കാം. അത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കറി അല്ലെങ്കിൽ തോരൻ അങ്ങനെയൊക്കെ ആക്കാം. പിന്നെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക്
നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനോ മീനോ അങ്ങനെ എടുക്കാതെ കറി വെച്ച മീനോ ചിക്കനോ ആ ഒരു പോർഷനിൽ ഇൻക്ലൂഡ് ആക്കും. അത് 1/4 അത് ഇൻക്ലൂഡ് ആക്കും. അപ്പോൾ നമ്മളുടെ ഒരു പ്ലേറ്റ് നമുക്ക് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിച്ചാൽ ഹെൽത്തി ഒരു ഡയറ്റാണത്. പിന്നെ ഈ റൈസ് എന്ന് പറയുന്നത് ഫുൾ കാർബ്സാണ്. അപ്പോൾ നമ്മൾക്ക് അധികം ആവശ്യമില്ലാത്തൊരു ബാക്കിയെല്ലാം നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ഒരു എപ്പോഴും നമ്മൾ ഹെൽത്തി പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ സ്നാക്സ് ടൈമാണ്, അതല്ലേ ടീ ടൈമാണെന്ന് പറയാം. അവോയ്ഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു സിപ്പ് ടീ ഒക്കെ എടുക്കാം. പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്യുക. ഒരു സിപ്പ് ടീ, അതായത് അതിൽ അത്രയും മധുരം പോകത്തില്ല, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സമയം നമ്മൾക്ക് അത്രയും ടെൻഡൻസി തോന്നുവാണെങ്കിൽ, ഫുഡിനൊക്കെ ടെൻഡൻസി തോന്നുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 1 പോർഷൻ ഓഫ് നട്ട്സ്, നമ്മളൊരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് എടുക്കുക. ഒരു പോർഷനല്ല, 1 ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് കേട്ടോ, അതെടുക്കുക. അതായത് നമ്മൾക്ക് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, മിക്സഡ് നട്ട്സ് അങ്ങനെയൊക്കെ കിട്ടും. അതിപ്പോൾ ഒരു പോർഷൻ, നമ്മുടെ ഹാൻഡ്ഫുൾ പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു ഇൻട്രോലങ്ങ് മാറി കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിന്നർ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾക്ക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചൊല്ലുണ്ട്, രാവിലെ രാജകുമാരനെ പോലെ കഴിക്കുക, ഉച്ചയ്ക്ക് രാജാവിനെ പോലെ കഴിക്കുക, രാത്രി ദരിദ്രനെ പോലെ കഴിക്കുക എന്ന് പറയുന്നത്. ദരിദ്രനെ പോലെ കഴിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും കഴിക്കാതെയും കിടക്കാം, അതുപോലെ കഴിക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ കഴിക്കണം കേട്ടോ, കുറച്ച് കഴിക്കുക. അതിന് നമ്മൾക്കിപ്പോൾ ഇപ്പോൾ 2-3 ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ 1 ചപ്പാത്തി കഴിക്കുക. ബാക്കിയെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക, ഗ്രീൻ സാലഡ്സ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെ കഴിക്കുക, തീർന്നു. പിന്നെ നൈറ്റ് വേണമെങ്കിൽ എപ്പോഴും ഇപ്പോൾ പാലും ഒക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നൈറ്റ് ബിഫോർ ബെഡ് ടൈം നമ്മൾക്ക് 1 ഗ്ലാസ് പാൽ കുടിക്കാം വിത്തൗട്ട് ഷുഗർ. ഇതാണ് ഒരു ഹെൽത്തി ഡയറ്റ് ഒരു ഡെലിവറി കഴിഞ്ഞ ലേഡി ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ചിക്കൻ ഒക്കെ ഫുൾ നമ്മൾക്ക് അതെടുത്ത് കളയുക നമ്മുടെ ഡയറ്റിൽ നിന്ന്, അങ്ങനെയൊന്നുമില്ല. അത് ഇൻക്ലൂഡ് ആക്കുക, പക്ഷേ ഫ്രൈ ചെയ്ത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ സ്നാക്സ് ഐറ്റംസ്, ഫ്രൈ ചെയ്ത ചിപ്സ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഫ്രം പ്രഗ്നൻസി ടു ഞാൻ പണ്ട് മുതൽക്കേ എനിക്ക് പൊറോട്ട അത് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ അത് പൊറോട്ട തീർത്തും ഒഴിവാക്കി. അതുപോലെ തന്നെ ആഫ്റ്റർ ഇപ്പോഴും ഞാൻ പൊറോട്ട കഴിക്കാറേ ഇല്ല. എൻ്റെ ഫുഡിൽ എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമാണ് പൊറോട്ട, അത് ഞാൻ കഴിക്കാറേ ഇല്ല. ഇപ്പോഴത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ പോലെ തന്നെ നമ്മൾക്ക് ഹൈഡ്രേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഏത് ആൾക്കാരാണെങ്കിലും, ന്യൂ മോംസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾക്ക് ഹൈഡ്രേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ വാരിക്കോരി വെള്ളം കുടിക്കുക എന്നല്ല, ഒരുപാട് നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിലധികം വെള്ളമായ വാട്ടർ ഇൻടോക്സിക്കേഷന് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു 55 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിക്കാം. അങ്ങനെയൊക്കെ ഒരു ലെവലുണ്ട്, അങ്ങനെ നമ്മൾ കുടിക്കുക. പിന്നെ നമ്മൾക്ക് വേറൊരു കാര്യമാണ് ഫോൾസ് വിശപ്പെന്ന് പറയുന്നത്. ഇപ്പോൾ രാത്രി കാലത്ത് ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് രാത്രിയാകുമ്പോൾ വല്ലാണ്ട് വിശപ്പ് വരും, എന്താണെന്നറിയില്ലെന്ന്. പക്ഷേ ഈ സംഭവം സത്യം പറഞ്ഞാൽ വിശപ്പല്ല, അത് നമ്മൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ഇത് വെച്ച് നമ്മുടെ ബോഡി ഫേക്കായിട്ട് കാണിക്കുന്ന ഒരു വിശപ്പാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക, ഇങ്ങനെ ഓവറായിട്ട് സ്നാക്സ് കഴിക്കുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് വൺ, ബ്രസ്റ്റ് ഫീഡിങ് വെയിറ്റ് ലോസ് ഉണ്ടാക്കും. നാച്ചുറൽ വെയിറ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ബെസ്റ്റാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഞാൻ പറഞ്ഞ എക്സസൈസ് വിത്ത് പ്രോപ്പർ ഗൈഡൻസ്, നല്ല എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുക. നിങ്ങളുടെ ബോഡി പ്രിപ്പയർ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല എക്സസൈസ് ചെയ്യാൻ എപ്പോഴാണ് പറ്റാതെ അന്വേഷിക്കുക. തേർഡ് വൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഡയറ്റിംഗ് ആണ്. ഫുഡ് ഡയറ്റിംഗ് അല്ല, ഹെൽത്തി ഡയറ്റ്, അത് വലിയ ഡയറ്റിംഗ് ഒന്നുമല്ല. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കമൻസാണ്, ഇനിയും ഇങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്ത് ഇനിയും മെലിയല്ലേ, അന്ന് തടിച്ചിരുന്നതാണ് നല്ലതെന്ന്. പക്ഷേ സത്യം പറയില്ല, ഞാൻ തടിച്ചിരുന്ന സമയത്ത് അപ്പോഴും കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അന്ന് മെലിഞ്ഞിരുന്നതായിരുന്നു നല്ലത്, ഇപ്പോൾ തടിച്ചാൽ വല്ലാണ്ടായെന്ന് പറഞ്ഞിട്ട്. ഇത് സർവ്വസാധാരണമാണ്. അതായത് നമ്മളിപ്പോൾ തടിക്കുമ്പോൾ ആൾക്കാർ പറയും മെലിഞ്ഞിരുന്നതായിരുന്നു നല്ലതെന്ന്, മെലിഞ്ഞിരിക്കുമ്പോൾ ആൾക്കാർ പറയും തടിക്കുന്നതാണ് നല്ലതെന്ന്. പിന്നെ ഞാൻ എനിക്ക് കുറച്ച് മെസ്സേജൊക്കെ വരാറുണ്ട്, ഫാമിലി സപ്പോർട്ടോ അങ്ങനെയൊന്നുമില്ല, കുട്ടി ഒറ്റയ്ക്ക് നോക്കേണ്ടി വന്നു. ഒരു ലൈഫിലോട്ടൊരു പുതിയ കുഞ്ഞ് വരുന്നു. അതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ലൈഫിലാണെങ്കിൽ പോലും വൈഫിൻ്റെ ലൈഫിലാണെങ്കിൽ പോലും അതൊരു പുതുതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ബോഡി ചേഞ്ച് ആവുന്നു. എസ്പെഷ്യലി അമ്മമാർക്ക് അതൊരു വൻ ചേഞ്ച് തന്നെയാണ്.
ഹസ്ബൻഡിന് ആ ചേഞ്ച് അത്രയും അങ്ങോട്ട് എത്തത്തില്ലെങ്കിലും എന്താ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് എസ്പെഷ്യലി അമ്മമാർക്ക് വൻ ചേഞ്ച് തന്നെയാണ്, ഒരു വലിയ ചേഞ്ച് തന്നെയാണ്. ബിക്കോസ് അവിടെ ഉറക്കം നഷ്ടപ്പെടുന്നു, അവിടെ മീറ്റ് ടൈം നഷ്ടപ്പെടുന്നു. മെയിൻലി ഉള്ള ഒരു കാര്യം മീറ്റ് ടൈം നഷ്ടപ്പെടുന്നു. ഒരുപാട് പേർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്നു. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും അയ്യോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, നമ്മളും കുറേ കുട്ടികളെ വളർത്തിയിട്ടുണ്ട്, നമ്മൾക്കൊന്നും അന്നൊന്നും ഇതില്ലായിരുന്നു, നിങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ എന്ന്. ബട്ട് ഇറ്റ്സ് റിയൽ, അത് ഉണ്ടാവാറുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ടും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമൺസാണ് എല്ലാവരും, ലേഡീസ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം, അവരുടേതായിട്ടുള്ള കരിയർ, പ്രൊഫഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെയാണ് അവർ ഈ ഒരു കുഞ്ഞിനെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നവരാണ് അവർ. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ പറയാറുണ്ട്, നീ വല്ലാണ്ട് തടിച്ചല്ലോ, ഇതെന്താ ഡാർക്ക് സർക്കിൾസ്, ഉറക്കെ, ഇതൊക്കെ മുഖമൊക്കെ വല്ലാണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. യെസ്, യു ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ് എന്നൊക്കെ പറയാം. കാരണം ഒരു കുഞ്ഞിനെ നോക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് ഇത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് ഒന്നും അറിയില്ല. അവരെ നമ്മൾ പാമ്പർ ചെയ്ത് ഓരോന്ന് പഠിപ്പിക്കുവാണ്. അപ്പം നമ്മുടെ ലൈഫ് ആ ഒരു ഇത് നമ്മൾ ചില സമയത്ത് നമ്മളങ്ങ് ഭയങ്കര ഡ്രെയിനായി പോവും. അതൊരമ്മയുടെ നാച്ചുറലി അത് സംഭവിക്കും. എപ്പോഴും നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നിനക്ക് കുറച്ച് ചിരിച്ചുകൊണ്ടിരുന്നൂടെ, ചില സമയത്തൊക്കെ നമ്മൾ ഡ്രെയിനായി പോകും ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഉറക്കമാണെങ്കിൽ പോലും അവർക്ക് നല്ല ഉറക്കമൊന്നും കിട്ടാത്ത ഒരവസ്ഥയാണ്. നല്ലൊരു ഹസ്ബൻഡ് ഉണ്ടാവുക, നല്ലൊരു ഫാമിലി സപ്പോർട്ട് കിട്ടുക, അതൊക്കെ വലിയൊരു കാര്യമാണ് അവരുടെ ലൈഫിൽ. ചെറിയ അപ്രിസിയേഷൻ, ഇതൊക്കെ അവർക്ക് നല്ലതാണ്. അവർക്കൊരു അതൊരു അവരാഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. ഇപ്പം നമ്മൾക്ക് ഇപ്പം തന്നെ കുറച്ച് ദിവസം മുന്നേ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറിയുന്ന ഒരു ന്യൂസായിരിക്കും. ഒരു മീൻസ് മേളിലത്തെ ഒരു ഫ്ലാറ്റിൽ, തമിഴ്നാട് ഒരു ഫ്ലാറ്റിൻ്റെ മേളിൽ നിന്നിട്ട് ഒരു കുഞ്ഞറിയാതെ സ്ലിപ്പായി വീണു. ആ കുഞ്ഞിനെ കുഞ്ഞ് അടുത്ത ഷീറ്റിൽ ഇങ്ങനെ പിടിച്ചു നിന്നതുകൊണ്ട് എങ്ങനെയോ കുഞ്ഞിനെ രക്ഷപ്പെട്ട് കിട്ടി. പക്ഷേ അതിന് ശേഷം ആഫ്റ്റർ 2 വീക്സ് എന്താണ് സംഭവിച്ചത്? ആ കുഞ്ഞിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു. എന്തായിരിക്കും റീസൺ എന്തായിരിക്കും? മേ ബി അവിടെ ഒരു സപ്പോർട്ടീവ് ഫാമിലി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അവർ സോഷ്യൽ മീഡിയ ബുള്ളിങ് അനുഭവപ്പെട്ടു എന്നൊക്കെ പറയുന്നവർക്ക് മേ ബി ഉണ്ടാവാം. ബിക്കോസ് ഇപ്പം നമ്മളുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വല്ലാണ്ട് അങ്ങ് എല്ലായിടത്തും വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. കാരണം ഒരു അമ്മയുടെ ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ബേർഡൻ എന്ന് പറയുന്നത്, നീ നിൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയില്ലേ, അല്ലെങ്കിൽ നിനക്ക് എന്തിനാ കൊള്ളാവുന്നത്, നിനക്ക് ഒന്നിനും കൊള്ളത്തില്ലല്ലോ, ആ കുഞ്ഞിനെ പോലും നേരെ നോക്കാൻ അറിയത്തില്ല. ഇങ്ങനത്തെ ഒരു വാക്ക് മതി. ചിലപ്പോൾ ആ ഒരു മേ ബി ഒരു വയസ്സുണ്ടാവത്തുള്ളൂ ആ കുഞ്ഞിന്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് അമ്മ അനുഭവിക്കുന്ന ആ ഒരു അവരെ എനർജി ലെവലോ അവരുടെ മൈൻഡ് ലെവലൊക്കെ ലോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും ചിലപ്പോൾ അവിടെ ഒരു മേ ബി ഷീ ലോസ് ഹെർ മൈൻഡ്, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ അതൊരു വല്ലാത്തൊരു സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. സോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ റിയലാണ്. പിന്നെ നമ്മളിപ്പോൾ തടിച്ചാലും മെലിഞ്ഞാലും ബോഡി ഷേമിങ് എവിടെന്നെങ്കിലും കിട്ടുന്ന സ്വാഭാവികമായിരിക്കും. അതിപ്പോൾ തടിച്ചാൽ പറയും മെലിഞ്ഞിരിക്കുന്നതായിരുന്നു നല്ലതെന്ന്, മെലിഞ്ഞിരുന്നാൽ പറയും തടിച്ചതായിരുന്നു നല്ലതെന്ന്. എന്തായാലും ഇതൊക്കെ മാറാൻ പോകുന്നില്ല. സോ എങ്ങനെയാണെങ്കിലും യു ആർ ബ്യൂട്ടിഫുൾ. ബിക്കോസ് യു ഒരു കുഞ്ഞിനെ ഡെലിവർ ചെയ്തെടുത്തു. അതൊരു ചെറിയ കാര്യമല്ല. പ്രസവം എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ഒരു ജീവൻ കൂടെ പുറത്തു വരുന്ന ഒരു സമയമാണ്. അത് നമ്മൾക്ക് ഓവർകം ചെയ്ത് വരിക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുക, അതുപോലെ തന്നെ ആ കുഞ്ഞിനെ നോക്കുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വർക്ക് ഹാൻഡിൽ ചെയ്യുക, കരിയർ മുമ്പോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുക, ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുക, ചെറിയ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. ബിക്കോസ് യു ആർ നോട്ട് ജസ്റ്റ് എ വുമൺ, എവരി വുമൺ ഈസ് എ വണ്ടർ. അങ്ങനെയാണ് എല്ലാ അമ്മമാരും, എല്ലാ വുമൺസും എന്നാണ് പറയുന്നത്, എല്ലാ അമ്മമാരല്ല, എവരി വുമൺ ഈസ് എ വണ്ടർ. ബിക്കോസ് ഭാവിയിൽ അവർ ഒരു നല്ല അമ്മയാവേണ്ടവരാണ്, ഒരു നല്ല വൈഫാവേണ്ടവരാണ്, ഒരു നല്ല ഫ്രണ്ട് ആവേണ്ടവരാണ്. അതുപോലെ ഒരുപാട് ഒരു വൈഫിന് ഇതെല്ലാം ആവാം. ഒരു നല്ലൊരു ഫ്രണ്ട് ആവാം. അങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ക്രിയേച്ചറാണ് വുമൺ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒട്ടും പിറകിലല്ല. മദർഹുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരൻറ്ഹുഡ് എന്ന് പറയുന്നത് പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു ചേരുന്ന ഒരു സിറ്റുവേഷനാണ്. അതൊക്കെ നല്ല രീതിക്ക് ആ ജേണി ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഹാപ്പി അല്ല.
പാരൻറ്ഹുഡ് എന്ന് പറയുന്ന ജേണി. നമ്മുടെ മീ ടൈം പോയി, എല്ലാം പോയി, നമ്മുടെ ആ ഒരു മൂവി ടൈം നമ്മുടെ ഹസ്ബൻഡിനോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എല്ലാം പോയി. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. ബട്ട് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നല്ല സപ്പോർട്ടീവ് ഫാമിലി, നല്ലൊരു സപ്പോർട്ടീവ് ഹസ്ബൻഡ്, അങ്ങനെയൊക്കെ ആയിട്ട് ആ ഉമ്മനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ എലോങ്ങിനിടയിൽ പറഞ്ഞു എന്ന് തോന്നുന്നു, ഇത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്താ പറയുക, അമ്മമാർക്ക് മാത്രം വേണ്ടിയിട്ടല്ല, ഫാമിലിയൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.